This news program brought to you by The Cotillion, the place to be for authentic food and special events. പ്രവാസി ചാനലിന്റെ അമേരിക്കൻ ന്യൂസ് വീക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് വാർഷിക കുടുംബ സംഗമം വർണ്ണാഭമായി ഫ്ലോറൽ പാർക്കിൽ ടൈസൺ സെന്ററിൽ നടത്തപ്പെട്ടു. 53 വർഷമായി പ്രവർത്തിക്കുന്ന അമേരിക്കയിലെ ആദ്യ മലയാളി സംഘടനയായ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ 2025 വാർഷിക ഫാമിലി നൈറ്റിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക നാഷണൽ പ്രസിഡന്റും പ്രവാസി ചാനലിന്റെ സാരഥിയുമായ സുനിൽ ട്രൈസ്റ്റാർ മുഖ്യാതിഥിയായിരുന്നു. സമാജം പ്രസിഡന്റ് സജി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി മാത്തിക്കുട്ടി ഈശോ ഏവരെയും കുടുംബസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷത്തെ വിജയകരമായ പ്രവർത്തനത്തിന്റെ സംക്ഷിപ്ത രൂപം പ്രസിഡന്റ് സജി തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. മലയാളി സംഘടനകളുടെ പ്രവർത്തന ശൈലിയും അതിൽ മാധ്യമങ്ങളുടെ പ്രസക്തിയും ആസ്പദമാക്കി സുനിൽ ട്രൈസ്റ്റാർ മുഖ്യപ്രഭാഷണം നടത്തി. സമാജത്തിന്റെ സ്ഥാപക പ്രസിഡന്റും കഴിഞ്ഞ 53 വർഷമായി സമാജത്തിലെ സജീവ അംഗവുമായ പ്രൊഫസർ ജോസഫ് ചെറുവേലിയുടെ പുഷ്പാഞ്ജലി എന്ന സംഗീത പരിപാടി ഏവരും ഒത്തുചേർന്ന് പാടി ആസ്വദിച്ചു. സമാജം അംഗമായ ബാബു പാറക്കൽ രചിച്ച മഞ്ഞിൽ വിരിഞ്ഞ റഷ്യ എന്ന പുസ്തക പ്രകാശനം ചടങ്ങിൽ നടത്തി. പ്രസിഡന്റ് സജി എബ്രഹാമിന്റെയും ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വിൻസെന്റ് സിരേക്കിന്റെയും സ്തുത്യർഹ സേവനം പരിഗണിച്ച് ഇരുവർക്കും മെമെന്റോ നൽകി ആദരിച്ചു. സമാജം ഈ വർഷം പ്രസിദ്ധീകരിക്കുന്ന സുവനീറിന്റെ പ്രകാശനവും ചടങ്ങിൽ നടത്തി. റിയ അലക്സാണ്ടറും മാത്തിക്കുട്ടി ഈശോയും പ്രോഗ്രാമിന്റെ അവതാരകരായിരുന്നു. ഈ വർഷം സമാജത്തിൽ രൂപീകരിച്ച പ്രസിഡന്റ്സ് ഫോറത്തിനു വേണ്ടി മുൻ പ്രസിഡന്റ് ഷാജി സാം, പൊക്കാനക്ക് വേണ്ടി ലീല മാരേട്ട്, ഹോമായെ പ്രതിനിധീകരിച്ച് വർഗീസ് കെ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പ്രേം കൃഷ്ണൻ, റിയ അലക്സാണ്ടർ, സോമി മാത്യു എന്നിവരുടെ മനോഹര ഗാനങ്ങളും സാറ, ഒളിവിയ എന്നിവരുടെ ഡാൻസും ചടങ്ങിന് കൊഴുപ്പേകി. സമാജം ട്രഷറർ വിനോദ് കെ ഏവർക്കും കൃതജ്ഞത അർപ്പിച്ചു. This news program brought to you by The Cotillion, the place to be for authentic food and special events. ഒരു മനസ്സോടെ ഈ കേരള സമാജത്തിനെ നയിക്കുവാൻ കഴിഞ്ഞ ഒരു വർഷം സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിലും ഒരു വലിയ സന്തോഷമായി ഈ വർഷം ഞാൻ ഓർക്കുന്നു. പ്രസിഡന്റ് സജി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഇന്ത്യ പ്രസ് ക്ലബ് നാഷണൽ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആദ്യമായി തന്നെ ഈ കുടുംബ സംഗമത്തിലേക്ക് എന്നെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അമേരിക്കൻ മലയാളികൾക്ക് കേരള സമാജം പോലെയുള്ള സംഘടനകളുടെ പ്രസക്തി വളരെ വലുതാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. കേരളത്തിൻ്റെ പൈതൃകം, കേരളത്തിൻ്റെ തനിമ, സംസ്കാരം, പ്രായമുള്ളവരെ ബഹുമാനിക്കാനുള്ള മനസ്ഥിതി, നമ്മുടെ തനതായ കലകൾ നമ്മുടെ കുട്ടികൾക്ക് ചെറുതായെങ്കിലും മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരങ്ങൾ, ഇതോടൊപ്പം തന്നെ കുടുംബങ്ങളുടെ മാഹാത്മ്യം, കുടുംബ ബന്ധങ്ങളുടെ പ്രസക്തി, ഇവയെല്ലാം തന്നെ കേരള സമാജം പോലുള്ള സംഘടനകളെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ ഉറക്കെ പറയുകയാണ്. നവംബർ ഒടുവിലാണ് റഷ്യക്ക് പോയത്. രണ്ടാഴ്ച നീണ്ടുനിന്ന ഒരു സന്ദർശനമായിരുന്നു. മോസ്കോ മുതൽ ഭൂമിയിലെ അവസാനത്തെ ഗ്രാമം എന്നറിയപ്പെടുന്ന ടെറിബ്രേക്ക വരെ അങ്ങേ അറ്റം നോർത്ത് ആർട്ടിക് ഓഷ്യൻ്റെ അവിടെ വരെ പോയിരുന്നു. പല സിറ്റികളിലും പല ഗ്രാമങ്ങളിലും വളരെ കൗതുകകരമായ പല കാഴ്ചകളും കണ്ടു. അപ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി ഷെയർ ചെയ്യണമെന്ന് കരുതിയാണ് ഇത് എഴുതിയത്. ഇങ്ങനെ ഒരവസരം തന്ന കേരള സമാജത്തോടുള്ള അഗാധമായ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇത് പ്രകാശനം ചെയ്യാൻ മനസ്സ് കാണിച്ച സുനിൽ സാറും മറ്റേ സജി ഒക്കെ നമ്മുടെ സ്വന്തം സുഹൃത്തുക്കൾ തന്നെയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ക്രമത്തിന് ഇവിടെ വന്ന് ജീവൻ തക്കവണ്ണം മനസ്സ് കാണിച്ചതിന് നന്ദി. President Saji Abraham, in recognition of your outstanding leadership and the service to Kerala Samajam of Greater New York, November 2025. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി നമ്മുടെ പ്രിയങ്കരനായ സജി എബ്രഹാമിന് ഈ മൊമെന്റോ കേരള സമാജത്തിന്റെ പേരിൽ നൽകുന്നു.
presented to Vincent Siriak in recognition of your outstanding leadership and service to Kerala Samajam of Greater New York, November 2025. സൂനിയറിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീമതി ലീല മാരേട്ടിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു സുവനിയർ പ്രകാശനം ചെയ്യുവാൻ സാധിച്ചതിൽ അധികമായ സന്തോഷം ഉണ്ട്. വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ ഞാനാക്കിയ കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് എന്നെ കൈപിടിച്ചുയർത്തിയത് ഈ സമാജമാണ്. ഏതായാലും കേരള സമാജത്തിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനം വളരെയധികം ഭംഗിയായി നിറവേറ്റിയ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സജി എബ്രഹാമിനോടും ടീമിനോടുമുള്ള നന്ദിയും ആശംസകളും ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. മിടുക്കനായ ഒരു നേതാവാണ് സജി എബ്രഹാം. അദ്ദേഹത്തിന് കേരള സമാജത്തിൻ്റെ പ്രസിഡന്റായി കിട്ടിയത് ഈ സമാജത്തിൻ്റെ അനുഗ്രഹമാണ്. കേരള സമാജത്തിൻ്റെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. അമേരിക്കൻ ന്യൂസ് വീക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ ആൻസി സാമുവൽ. അടുത്ത ന്യൂസ് സെഗ്മെന്റുമായി കാണും വരെ നന്ദി, നമസ്കാരം. This news program brought to you by The Cotillion, the place to be for authentic food and special events.